തെറ്റുകൾ വ്യക്തിക്ക് സഹജങ്ങളാണെന്നും അത് ഏതുന്നതനും എപ്പോഴും സംഭവിക്കാമെന്നും ഈ പറയുന്ന നമുക്ക് പോലും ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണെന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് ഭാഗ്യം കൊണ്ടാണെന്നും വിനയാന്വിതമായി തിരിച്ചറിയുന്ന ഒരറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. ഒരു വ്യക്തി അങ്ങനെ ആകുന്നതിൽ അയാളുടെ വൃത്തികൾ, വാസനകൾ പ്രശ്നമാണ്. 2, അയാൾ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാഹചര്യം ഒരുക്കിയ അയാളുടെ കുടുംബ തലങ്ങൾ, ആ സാഹചര്യം കുടുംബതലത്തിൽ ഒരുങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുശേഷം വന്ന കൂട്ടുകാർ, വളർച്ചകൾ, അയാൾ ചുറ്റുപാടും ഓടി നടക്കുമ്പോൾ സ്വീകരിക്കുന്ന തൊഴിൽ, അതിനെ തുടർന്ന് അത് വളർച്ചയിലെത്തി പ്രാപിക്കുമ്പോൾ വരുന്ന ഭരണരംഗത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന സാഹചര്യങ്ങൾ, അയാൾക്ക് കിട്ടുന്ന ഔപചാരികവും അനൗപചാരികവുമായ വിദ്യാഭ്യാസം, ഇവയൊക്കെ പങ്കാളിയാണ് ഒരു വ്യക്തിയുടെ വികാസത്തിൽ. തന്നെ ശുദ്ധീകരിക്കാനും പുനർനിരീക്ഷിക്കാനും പുനരന്വേഷണം നടത്താനും വിനയാന്വിതനാകാനും തനിക്കിതുവരെ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവ സ്വന്തം മനസാക്ഷിയിൽ വെച്ച് ചർച്ച ചെയ്ത് തിരുത്തുവാനും ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് പര്യാപ്തമാകും വിധം വിനയാന്വിതനാകാനും പറ്റിയ നല്ലൊരു അവസരമാണിത്. ഒരു ക്രിസ്തീയ പുരോഹിതന് പ്രശ്നമുണ്ടാകുമ്പോൾ അത് ക്രിസ്തു മതത്തിൻ്റെതായി മാറുക. തീർച്ചയായും ഒരു ഇസ്ലാമിക നേതാവിനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ തെറ്റുകാരൻ്റെ ഇൻഡിവിഡ്വലായ പ്രശ്നമായല്ല മാറുന്നത്, തെറ്റ് മതത്തിൻ്റെതായ മാറുന്നത്. അത് തെറ്റല്ല എന്ന് സ്ഥാപിക്കേണ്ടത് മതത്തിൻ്റെ ആവശ്യമായി മതത്തിനുള്ളിൽ നിന്നും, തെറ്റാണെന്ന് സ്ഥാപിക്കേണ്ടത് എതിരാളിയുടെ വീക്ഷണമായും രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെയല്ലാതെ തെറ്റുകൾ വ്യക്തിക്ക് സഹജങ്ങളാണെന്നും അത് ഏതുന്നതനും എപ്പോഴും സംഭവിക്കാമെന്നും ഈ പറയുന്ന നമുക്ക് പോലും ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണെന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് ഭാഗ്യം കൊണ്ടാണെന്നും വിനയാന്വിതമായി തിരിച്ചറിയുന്ന ഒരറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. മനസ്സിലായി സ്വാമിജി. അത് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വർത്തമാനകാല ഭാരതത്തിലെ ഒരു വ്യക്തിക്കും മാറി നിൽക്കാനാവില്ല, ഞാൻ ഉൾപ്പെടെ. മനസ്സിലായി സ്വാമിജി. ഞാൻ പത്രം അങ്ങനെ കൂടുതൽ വായിക്കാറില്ല. ചിലപ്പോൾ ഒന്ന് സ്കിം ചെയ്യാറുണ്ട്. വല്ല വീട്ടുമുറ്റത്തും പോയിരിക്കുമ്പോൾ അവിടെ കിടക്കുന്ന പത്രം എടുത്ത് നോക്കാറുണ്ട്. പത്രങ്ങളെല്ലാം ഞാൻ ഒന്നാമത് വായിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ആ അറിവിൽ പരിമിതിയുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയുന്നത്. ഇതിന് ഉത്തരം പറയാൻ പത്രം വായിച്ച് അവിടുത്തെ ഈ കാര്യങ്ങൾ മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ പറയുന്നത്. ശരി സ്വാമിജി. അതുകൊണ്ട് അതിൻ്റെ പോരായ്മകൾ ഉണ്ടാവും. എന്നിരുന്നാലും ഒരു വ്യക്തി അങ്ങനെ ആകുന്നതിൽ അയാളുടെ വൃത്തികൾ, വാസനകൾ പ്രശ്നമാണ്. 2, അയാൾ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാഹചര്യം ഒരുക്കിയ അയാളുടെ കുടുംബ തലങ്ങൾ, ആ സാഹചര്യം കുടുംബതലത്തിൽ ഒരുങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുശേഷം വന്ന കൂട്ടുകാർ, വളർച്ചകൾ, അയാൾ ചുറ്റുപാടും ഓടി നടക്കുമ്പോൾ സ്വീകരിക്കുന്ന തൊഴിൽ, അതിനെ തുടർന്ന് അത് വളർച്ചയിലെത്തി പ്രാപിക്കുമ്പോൾ വരുന്ന ഭരണരംഗത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന സാഹചര്യങ്ങൾ, അയാൾക്ക് കിട്ടുന്ന ഔപചാരികവും അനൗപചാരികവുമായ വിദ്യാഭ്യാസം, ഇവയൊക്കെ പങ്കാളിയാണ് ഒരു വ്യക്തിയുടെ വികാസത്തിൽ. ശരിയാണ് സ്വാമിജി. അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം ഇതിൽ പങ്കില്ലേ? ആർക്കാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആധ്യാത്മികതയുടെ ലോകങ്ങളിലൂടെ പോകുന്നവർക്ക് ഇതൊരു ഒന്നാം തരം പാഠമാണ്. തീർച്ചയായും. തന്നെ ശുദ്ധീകരിക്കാനും പുനർനിരീക്ഷിക്കാനും പുനരന്വേഷണം നടത്താനും വിനയാന്വിതനാകാനും തനിക്കിതുവരെ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവ സ്വന്തം മനസാക്ഷിയിൽ വെച്ച് ചർച്ച ചെയ്ത് തിരുത്തുവാനും ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് പര്യാപ്തമാകും വിധം വിനയാന്വിതനാകാനും പറ്റിയ നല്ലൊരു അവസരമാണിത്.
തീർച്ചയായും. അത് ക്രിസ്തീയമോ ഇസ്ലാമികമോ ഹിന്ദുമതമോ ഏതുമാവട്ടെ, അതിന് ജാതിമത ഭേദങ്ങളൊന്നുമില്ലാതെ ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മുമ്പിൽ ഈശ്വരൻ വച്ചു കൊടുത്ത ഒന്നാന്തരം പ്രതീക പഠനമാണിത്. അവർ കപട സന്യാസികളാവട്ടെ, ശുദ്ധ സന്യാസികളാകട്ടെ, ശുദ്ധമായി വന്ന് കാപട്യത്തിലേക്ക് വളർന്നവരാകട്ടെ, കാപട്യത്തിലൂടെ ശുദ്ധതയെ വഞ്ചിക്കാൻ വേണ്ടി ആരുടെയൊക്കെയോ പ്രേരണയാൽ വന്നവരാകട്ടെ, ഇതൊരു ഒന്നാം തരം വഴിത്തിരിവാണ്.